ഇന്ന് മെയ് 21-ാം തീയതിയാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ദൃശ്യം 3 കാണാൻ പോയിട്ടുണ്ടായിരുന്നു. വളരെ നല്ല സിനിമയാണ് കേട്ടോ. സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. കാരണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, ഇതിപ്പോൾ 3ാമത്തെ പാർട്ടാണ് ഇറക്കുന്നത്. ഫസ്റ്റും സെക്കൻഡും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ എന്താണോ കാണുന്ന ഒരു കാഴ്ച, അത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഈ ഒരു 3ലും നമുക്ക് കാണാൻ പറ്റിയത്. രാവിലെ തന്നെ നമ്മുടെ നെടുമങ്ങാടുള്ള മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ്റെ ആൾക്കാരെല്ലാം ഒരു ഫാൻ ഷോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് ഞാനും കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരു ഫാൻസിൻ്റെ ഇടയിൽ നിന്ന് കണ്ട സിനിമ, അത് സംഭവം നമ്മളൊരു നോർമലി ഒരു ഫാമിലിയോടെ ഒരു സിനിമ കാണുന്നത് ഫാൻസിനോട് ഇരുന്ന് കാണുന്നത് തമ്മിൽ രണ്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഒരു ഫീൽഡിലാണ് നമ്മളിന്ന് സിനിമ കണ്ടിട്ടുണ്ടായിരുന്നത്. സംഭവം സിനിമയെന്ന് പറയുമ്പോൾ മുമ്പ് നമ്മൾ എന്താണോ സാധാരണ ഒരു സെക്കൻഡ് പാർട്ട് സിനിമയൊക്കെ ഇറക്കുമ്പോൾ മുന്നത്തേൽ നമ്മൾ എന്താണോ കാണിച്ചത് അതൊന്നും തമ്മിലുള്ള യാതൊരു ബന്ധമില്ലാത്ത രീതിയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ കാണിക്കുന്നത്. പക്ഷേ അതൊക്കെ വെച്ചിട്ട് ഈ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇത് മൂന്നും ഒരു കണക്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇൻ്റർവെല്ലിന് ശേഷമുള്ള കാര്യമാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇൻ്റർവെല്ലിൽ വരെ ആ ഒരു കഥയിലേക്ക് എത്താൻ വേണ്ടി കാണിക്കുന്ന ഒരു ബാക്കി നമ്മളെ ഫാമിലി മാറ്റർ കാര്യങ്ങളില്ല, അങ്ങനെ ഒരു കാര്യങ്ങളാണ് കാണിക്കുന്നത്. പക്ഷേ ഇൻ്റർവെല്ലിന് ശേഷം കാണിക്കുന്നതാണ് മക്കളെ മാസ്. അതിൽ ഇൻ്റർവെല്ലിൽ വന്ന് നിൽക്കുന്ന ഒരു ലെവലുണ്ട്, എൻ്റെ അമ്പോ. അത് അപ്പോഴാണ് നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന ആൾ എത്തിക്കഴിഞ്ഞു, ഇനി എന്ത് വേണോ സംഭവിക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് ഉള്ളിൽ തോന്നുന്ന ഒരു സംഭവം ഇല്ലേ, അത് അവിടെ വരും. അപ്പോൾ തന്നെ എടുത്തു പറയേണ്ടതാണ്, ഞാൻ നെടുമങ്ങാട് തിയേറ്ററിൽ നിന്നാണ് കണ്ടത്. അപ്പോൾ നെടുമങ്ങാട് തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ നമ്മുടെ നെടുമങ്ങാടുള്ള ഒരാൾ തന്നെ ആ സിനിമയിലുണ്ട്. അതെന്തായാലും നിങ്ങൾ സസ്പെൻസ് ആണ്. അത് നിങ്ങൾ ആരാണെന്ന് വെച്ചാൽ നിങ്ങൾ സിനിമ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക. ആളുടെ അഭിനയം ഞാൻ മുന്നേയൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നല്ല ആൾക്ക് കിട്ടിയ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അത് വളരെ വൃത്തിയായിട്ട് ആൾ ചെയ്തിട്ടുണ്ട്. മെയ് മാസത്തിൽ ഒരുപാട് സിനിമകൾ ഇറങ്ങാനുണ്ട്. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു സിനിമയാണ് നമ്മുടെ ഈ ദൃശ്യം 3. അപ്പോൾ സംഭവം ഞാൻ കാത്തിരുന്ന സമയത്ത് എന്താണോ നമ്മൾ ഊഹിച്ചത് കിട്ടാൻ ആഗ്രഹിച്ചത് അത് തന്നെ ഈ സിനിമയെ കിട്ടിയിട്ടുണ്ട്. സിനിമ എൻഡ് ചെയ്യുന്നത് ദൃശ്യം 4ലേക്കുള്ള ഒരു ഹൈപ്പോടെ നിർത്തിയാണ് എൻഡ് ചെയ്യുന്നത്. ദൃശ്യം 4 വന്നാലും എന്തായാലും ഇതുവരെ ഈ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എഴുതിക്കുന്നതിൻ്റെ അതേ ഒരു ലെവലിൽ എന്തായാലും 4ഉം എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു പ്രതീക്ഷയുണ്ട്. നിങ്ങൾ തിയേറ്ററിൽ പോകാൻ പോകുന്നത് ഫാമിലി ആയിട്ടാണോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടാണോ, ആരായിട്ട് പോയാലും നോ പ്രോബ്ലം. ഇതിൽ അങ്ങനെ വയലൻസ് അങ്ങനെ കാര്യങ്ങളോ ഒന്നുമില്ല. ആര് പോയാലും നിങ്ങൾക്ക് ഗ്യാരണ്ടി ഞാൻ തരുന്നു. സംഭവം സെറ്റാണ്. ഇന്നിപ്പോൾ മോഹൻലാലിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മുടെ നെടുമങ്ങാട് മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻകാർ നമ്മുടെ തൃപ്പാദത്തിൽ കുറച്ച് കേക്ക് കട്ടിങ് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ എത്താൻ എനിക്ക് സമയം കിട്ടിയില്ല. എന്തായാലും സംഭവം അവരെല്ലാം ആക്റ്റീവാണ്. അതേപോലെ നാസിക് ഡോൾ ടീം സെറ്റ്, അങ്ങനെ ഭയങ്കര വൈബായിരുന്നു കേട്ടോ തിയേറ്ററിൽ. ദൃശ്യം 3 കണ്ടവരെല്ലാവരും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.